എൻ്റെ പൊന്നെ മോളെ ഡബിങ് തിയേറ്ററിൽ പോയിട്ട് ഡയലോഗ് വേറെ വഴിക്ക് പോകും, എൻ്റെ സൗണ്ട് വേറെ വഴിക്ക് പോകും. അത് ആദ്യം ചെയ്ത പടം ദിലീപിൻ്റെ പടമാണ് ആദ്യം ചെയ്തത്, മാനത്തെ കൊട്ടാരം. ദിലീപ് ഉണ്ടെന്ന് അന്ന് ഒരുപാട് പേരുണ്ടെന്ന്, അശോകനുണ്ട്, എല്ലാവരും ഡബിങ് തിയേറ്റർ മദ്രാസിലാണ് ചെയ്തത്, അരവിന്ദ് സ്റ്റുഡിയോയിൽ ഓഡിയോയിൽ നമ്മൾ ചെയ്തതും. അപ്പോൾ മാപ്പുകൾ സർവ്വവിജ്ഞാന കോശം ആവശ്യക്കാർ കടന്നു വരിക, അമേരിക്കൻ പ്രസിഡൻറ്റ് മൂക്കിൻ്റെ നീളത്തെ കേരളത്തിലെ റോഡുകളുടെ എണ്ണം, ഇങ്ങനെ ഡയലോഗ് എടുക്കണേ. അതങ്ങ് മിമിക്രി സ്റ്റൈൽ അങ്ങ് പറഞ്ഞു വെച്ച് പോയി. ഡബ് ചെയ്ത് വെള്ളം കുടിക്കാൻ വളയാൻ ശരി, നല്ല സുഹൃത്തല്ലേ. നിരവധി സ്റ്റേജുകൾ ഞങ്ങൾ ഒന്നിച്ച് പരിപാടി നടത്തിയിട്ടുള്ളത്. ഞാൻ കൊച്ചിൻ സാഗറിലുണ്ടായിരുന്നു, ദിലീപ് കലാഭവനിലുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരാളാണ് ദിലീപ്. മാനത്തെ കൊട്ടാരം ശരിക്ക് കലാഭവൻ, അൻസാർ കലാഭവൻ, റോബിൻ തിരുമല, സുനിൽ, പിന്നെ ദിലീപ്, അരിസ്റ്റ അശോകൻ, നാദിർ ഷാ, അങ്ങനെ എല്ലാവരുടെയും കൂടി ശരിക്കുള്ളൊരു കൂട്ട പ്രയത്നമാണ് ആ പടം അത്രയും വിജയിച്ചത്. പിന്നെ അതിലുപരി ഡയറക്ടർക്കൊരു ഭാഗ്യം ഉണ്ടാകണം, അഭിനയിക്കുന്ന ഹീറോയ്ക്കൊരു ഭാഗ്യം ഉണ്ടാവണം. ഈ ഒരുപാട് ഭാഗ്യങ്ങൾ കൂടി ഒരു പടമാണ് ആ പടം. ശരിക്കും ഭാഗ്യം എന്നാണ് ആ പടത്തിന് പേരിടേണ്ടിയിരുന്നത്. അപ്പോഴെങ്കിലും മാനത്തെ കൊട്ടാരം സൂപ്പർ ഹിറ്റായി. അതിനകത്ത് അഭിനയിക്കാൻ കഴിഞ്ഞതിന് അതിയായ സന്തോഷമുണ്ട് എനിക്ക്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ശരിക്ക് ആ സംഭവങ്ങളൊക്കെ. ജയശ്രീയെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. നല്ല ഫ്രണ്ട്ലിയാണ്, ഒരു നല്ല ഫ്രണ്ട്സുള്ള ഒരാളാണ് അയാൾ. പിന്നെ അയാളുടെ കൂടെ ഞാൻ ചെയ്ത പടം മൂക്കില്ലാതായിട്ട് അല്ല ചതിക്കാത്തയാന്ന് അത്ര നല്ല. ഈ ലോലിപോപ്പിൽ നല്ല വേഷമാണ്. പിന്നെ നിരവധി പടങ്ങൾ ചെയ്യുന്ന ചേരാനോട് ഒരു എക്സ്പീരിയൻസാണ് ശരിക്ക് ജയസൂര്യ എന്ന് പറഞ്ഞാൽ. ഗുഡ് മാൻ. എൻ്റെ ഷോട്ട് വെച്ചാൽ ക്യാമറാമാൻ കരഞ്ഞു. കാരണം എങ്ങനെ വെച്ചാലും ഷോട്ട് ശരിയാവില്ല, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അഭിനയിക്കണേ അല്ല, അങ്ങനെ എന്തിനാണ് കരയണമെന്ന്. അപ്പോഴാണ് വിളിച്ച് ഡയറക്ടർ അയാളെ അങ്ങേർക്ക് ഷോട്ട് വെച്ചിട്ട് ശരിയാവുള്ളൂ, എൻ്റെ കണ്ണ് തള്ളിപ്പോയെന്ന്. സത്യം ഞാൻ പറഞ്ഞോണേലേട്ടാ, വേണമെങ്കിൽ ആളെ വേണമെങ്കിൽ പറഞ്ഞാലേ വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. വില്ലൻ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത് നമ്മുടെ വിനയ സാറിൻ്റെ ഒരു പടമുണ്ട്, അതായത് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. അതിനകത്തൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ ഒരുപാട് പേര് പറഞ്ഞ് അങ്ങനത്തെ വേഷം ചെയ്യേണ്ട നടക്കുട്ടി, അങ്ങനത്തെ വേഷം ചെയ്യേണ്ട. അപ്പോൾ സ്ത്രീകളാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഹൈക്കോടതി ജോലിയുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമല്ല എന്നർത്ഥം. പിന്നെ ഞാൻ ചെയ്തിട്ടുമില്ല. വാൻഡസേനാന്നിൻ്റെ പടം ചെയ്തത്, സുനിലിൻ്റെ പടം, മാനത്തെ കൊട്ടാരം സുനിലിൻ്റെ പടമാണ് ചെയ്തത്. അത് കണ്ടിട്ട് ആൾക്കാർ കുറേ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ റിപ്പോർട്ട്. അപ്പോൾ അല്ലാണ്ട് അയാൾ കൊള്ളാട്ടോ അങ്ങനെയല്ല റിപ്പോർട്ട്. അപ്പോൾ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഒരു സന്തോഷം തോന്നി മനസ്സിൽ. കാരണം നമ്മൾ ചെയ്ത ഒരു സാധനത്തിന് തിരിച്ചൊരു റിസൾട്ട് കിട്ടുമ്പോൾ ആ റിസൾട്ട് നല്ലതാണെങ്കിൽ നമുക്ക് സന്തോഷിക്കില്ല. ആ ഒരു നോർമൽ സന്തോഷം തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ സന്തോഷിക്കാനൊന്നുമില്ല. ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. മേലിലും എൻ്റെ ഇങ്ങനത്തെ പരിപാടി കാണുമ്പോൾ നിങ്ങൾ സഹിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാവും. താങ്ക് യു.